ഒരുപക്ഷെ ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിരിക്കും. അമേരിക്കയെ കണ്ടെത്തിയ നാവികനായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം തന്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് അതികഠിനമായിട്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. പരിചിതമായ ഇടങ്ങളിലൂടെ ഒന്നുമല്ല ഈ യാത്ര മുന്നേറുന്നത് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇടവക ട്രഷറിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ദേവാലയം 48 വർഷത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നു. അധികമൊന്നും കണ്ടിട്ടില്ലാത്തൊരു സ്ട്രക്ചറാണ്. ഞാനും ഈ ദേവാലയത്തിലേക്ക് അധികമൊന്നും വന്നിട്ടില്ല. ഇതിനു മുമ്പ് 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം കുർബാന ചൊല്ലാൻ, ഒരു പ്രാവശ്യം തോമസ് പള്ളിപ്പറമ്പിൽ അച്ഛൻ വിളിച്ചിട്ട് അച്ഛൻ്റെ ഒരു സമയത്ത് കറണ്ട് കിട്ടുന്നതിന് മുമ്പ് VPS എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറേ കളികൾ നടത്താൻ വിളിച്ചു. അങ്ങനെ വന്നു. അന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയതാണ്. കാരണം കറണ്ടില്ല. പക്ഷെ അതേസമയം അച്ഛൻ കാറ് പള്ളിയുടെ മുന്നിൽ വരെ കൊണ്ടുവന്ന് ഡിക്കി തുറന്നിട്ട് കാറിനകത്ത് പാട്ടിട്ട് പിള്ളേരെല്ലാവരും ഡാൻസ് ചെയ്യുന്നു, മുതിർന്നവരൊക്കെ ഉള്ളവരെല്ലാം. പിന്നൊരിക്കല് വെറുതെ കൂടെ പീറ്റർ അച്ഛൻ്റെ കൂടെ കൂട്ടി ഇങ്ങനെ വന്നത് 3 പ്രാവശ്യം വന്നത്, ഇന്ന് 4ാം പ്രാവശ്യം. പക്ഷെ അത്ഭുതമാണ്. ഒരു കുഞ്ഞിടവക സമൂഹം ഫൊറോനയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്നൊരു സമൂഹം. ഫൊറോനയിലെ ജപമാല മാസാചരണത്തിലാകട്ടെ, ക്രിസ്തുമസ് പ്രോഗ്രാമിലാകട്ടെ, നിങ്ങൾ എന്ത് ശക്തമായിട്ടാണ് ഇടപെടുക. അത് സന്തോഷം നൽകുന്നതാണ്. ഫൊറോന ചർച്ചകളൊക്കെ വരുമ്പോൾ പാടം ദേവാലയം കുഞ്ഞു ദേവാലയമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അതിന്റെ തെളിവുകൾ ഓരോ പ്രാവശ്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൊറോനയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. ഇനി വീണ്ടും പ്രോഗ്രാമുകൾ വരുന്നു. ഇന്നലെ ഫൊറോന വികാരിയായിട്ട് ബഹുമാനപ്പെട്ട ജിജു അച്ഛനെ അഭിമന്യ പിതാവ് പത്തനാപുരം ഫൊറോനയുടെ വികാരിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അച്ഛൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രോഗ്രാമുകൾ വരും. വീണ്ടും നിങ്ങൾ ശക്തമായി ഇതേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഫൊറോനയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്ക്, കലോത്സവങ്ങൾക്കൊക്കെ ഇവിടുന്ന് പങ്കെടുക്കുന്നത്, വിശ്വാസ പരിശീലന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കൂടുതൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബെനഡിക്ട് ജെ തേക്കുവിള അച്ഛൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന നമ്മുടെ ഇടവകയെ കുറിച്ചുള്ള കാനന തീരത്തെ ദിവ്യകാരുണ്യം എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് 2 വാക്കുകൾ. ഈ ഡോക്യുമെന്ററി എന്ന ശ്രമം ഈ ഇടവകയുടെ ചരിത്ര പഠനം എന്ന ആശയത്തിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്നതല്ല, മറിച്ച് 1977 സ്ഥാപിതമായ ഈ കൊച്ചു ദേവാലയം എങ്ങനെ വിശ്വാസ വെല്ലുവിളികളിലൂടെയും പല കാലഘട്ടങ്ങളിൽ പല പുരോഹിതന്മാരുടെയും ഉപദേശിമാരുടെയും സിസ്റ്റേഴ്സിന്റെയും എളിയ ശ്രമങ്ങളിലൂടെയും ഈ കാണുന്ന കൊച്ചു സുന്ദരിയായി മാറ്റപ്പെട്ടുവെന്ന് പുതുതലമുറയിലെ പലർക്കും അറിവുള്ളതല്ല. 1977 മുതൽ ഇന്ന് നമ്മുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജോ ജോർജ് അച്ഛൻ വരെയുള്ളവരുടെ കാലഘട്ടത്തിലൂടെയുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണിത്.
ഇത് പൂർണ്ണമെന്നോ ബാഹ്യമെന്നോ പോലും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. മറിച്ച് ഇത് അപൂർണമായ ഒരു ആരംഭം മാത്രമാണ്. 2027 ജൂബിലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു ദേവാലയം ഈ ഉൾക്കാട്ടിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നാമത്തിൽ പുനലൂർ രൂപതയിൽ ഉണ്ടെന്ന് ഇത് അറിയാത്ത ഇടങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം മാത്രമാണ്. ഇടവകയ്ക്ക് ഒരു സാമ്പത്തിക ബാധ്യതയും നൽകാതെയാണ് ഈ എളിയ ശ്രമം ഞങ്ങൾ നടത്തിയത്. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുവാൻ പോകുന്ന കാനന തീരത്തെ ദിവ്യകാരുണ്യം എന്ന ഡോക്യുമെന്ററിയെ കുറിച്ച് സിസ്റ്റർ റാണിയുടെ സംസാരത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ധ്യാനത്തിൻ്റെ സമയത്ത് ഈ ഡോക്യുമെന്ററിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് 2-3 അച്ഛന്മാരെ സിസ്റ്റർ വിളിച്ചിട്ട് കിട്ടിയില്ല. പെട്ടെന്ന് എന്നെ കണക്ട് ചെയ്തു. അവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുമോ എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. പിന്നെ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് വ്യക്തമായിട്ട് അറിഞ്ഞത് അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, വെറുതെ ഒരു സ്വിച്ച് ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ മതി. അപ്പൊ ഇപ്പൊ പറഞ്ഞു അതിന്റെ കൂടെ എന്തെങ്കിലും 2 വാക്ക് പറയണമെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ച അവസരത്തില് ഇപ്പൊ സാമച്ചൻ ഇവിടെ ഈ ഇടവകയെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ശക്തമായി ഫൊറോനയിലും രൂപതയിലും ഇടപെടുന്ന ഒരു ഇടവക സമൂഹം, അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരിടം. അതേ ആശയം തന്നെ ഞാനും നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു എന്ത് പറയണമെന്ന് ചിന്തിച്ച അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയ ചിന്തയല്ല, ഇതിനെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിച്ച അവസരത്തിൽ ഒരു ഉദാഹരണം. നമ്മുടെ ആനിമേഷൻ സെന്ററിൽ മാതാവിൻ്റെ മുമ്പിൽ ഒരു പേരമരം നിൽപ്പുണ്ട്. അത് 2 വർഷം മുമ്പ് ചെറിയൊരു തൈയായിട്ട് അവിടെ നിന്ന ഒരു പേരമരമാണ്. മാതാവിൻ്റെ രൂപം അവിടെ വെച്ച അവസരത്തിൽ ഞാനത് വെട്ടിക്കളയാനായിട്ട് തുടങ്ങിയപ്പം സിൽവി സിസ്റ്റർ പറഞ്ഞ, അച്ഛാ അവിടെ നിന്നോട്ട്, ഒരു പേരമരമല്ലേ, കുറച്ച് കഴിയുമ്പോൾ നല്ല പേരക്കൊക്കെ കായ്ക്കും, അതിനെ നശിപ്പിക്കണ്ട, അത് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാനത് വെട്ടിക്കളഞ്ഞില്ല. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ ആ പേരമരം നന്നായിട്ട് കായ്ച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആനിമേഷൻ സെന്ററിലേക്ക് വരികയാണെങ്കിൽ ആ പേരമരം നിറച്ചും പേരക്കയായിട്ട് നിൽക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾ കാണാൻ പറ്റും. കാരണം അതിന്റെ ശാഖകളെല്ലാം ഈ പേരക്കയുടെ ഭാരം കാരണം തറയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുകയാണ്. അതായത് ഒരു പേരമരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും ഇരട്ടി, ഒരു 4-5 ഇരട്ടി പേരക്ക ആ ഒരു ചെറിയ പേരമരത്തിലുണ്ട്. ഈ കഴിഞ്ഞ 28-ാം തീയതി മുതൽ അച്ഛന്മാരുടെ ഈ കഴിഞ്ഞ ധ്യാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം ഒത്തിരിയേറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. എവിടുന്നാണ് ഇതിന്റെ വിത്ത് വാങ്ങിച്ചത്, ഇത്രയും പേരയ്ക്ക പിടിച്ചിട്ടുണ്ടല്ലോ, അവരെല്ലാം ആ പേരയ്ക്ക പറിച്ചതൊന്ന് എൻജോയ് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ വന്ന ഒരു ചിന്ത ഇതാണ്, ചെറിയൊരു പേരമരം, പക്ഷെ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അധികം ഫലങ്ങൾ അത് നൽകുന്നു. 5-6 ഇരട്ടി വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അവിടെ ഇഷ്ടംപോലെ കായ്കളുമായിട്ട് ആ പേരമരം അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഈ ഇടവകയുമായിട്ട് ഞാൻ ഈ ഒരു ഉദാഹരണത്തെ ഒന്ന് ബന്ധപ്പെടുത്തുകയാണ്. കാരണം ഇത് രൂപതയിലെ ഒരു ചെറിയ ഇടവകയാണ്. 10-25 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഈ ഒരു പോരായ്മ ഫലം പുറപ്പെടുവിക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഇടവകയുടെ തിരുനാളിന്റെ അവസരത്തിലും ഒക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിൽ ഇവരുടെ ഒരു സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരു 2 വർഷം 1985 ഡിസംബർ 21 വിശുദ്ധ പാപ്പ ജോൺ പോൾ II കൊല്ലം രൂപതയിൽ നിന്നും വേർതിരിച്ച് പുനലൂർ രൂപത സ്ഥാപിച്ചു. മത്യാസ്കാപ്പിൽ പിതാവായിരുന്നു പുനലൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ. ഈ രൂപതയുടെ അധീനതയിലുള്ള ദേവാലയമാണ് പത്തനാപുരം സെന്റ് ആൻസ് ദേവാലയം. പത്തനാപുരത്തിലെ ക്രിസ്തീയ സാന്നിധ്യം 19-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. ആദ്യം ചെറിയ ഒരു രാവിലെ ബംഗാളിലൊക്കെ നിന്ന് അവന്മാർ വിളിച്ചുകൊണ്ട് പോകും പണിക്ക്. ഒന്നും മിണ്ടൻ്റെ അവിടെ പോയി പണി കഴിഞ്ഞ് പോന്നാൽ ഉള്ള പൈസ കിട്ടും. അപ്പം ഞാൻ കുറച്ച് മിമിക്രി ആയിട്ട് ഞാൻ പൊയ്ക്കോളാം കേട്ടോ. അപ്പം മിമിക്രി ഇഷ്ടപ്പെടുകയും കൈയടിക്കാം. ഇനി ബംഗാളിയല്ല, ഞാൻ തന്നെ ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി മിമിക്രി ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ 1-2 ശബ്ദാനുകരണം ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ തന്നെ തുടങ്ങും.
അച്ഛൻ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ മഞ്ഞ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈ പറ്റിക്കൊണ്ട് പോയി. ഇത് കണ്ടപ്പോൾ കടുവയ്ക്ക് ദേഷ്യം വന്നു, സങ്കടം വന്നു. കടുവ ചോദിച്ചു, അല്ലെ മഹാരാജാവ്, കാടിന്റെ നിറം പച്ചയാണ്, താങ്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് എന്നെ തല്ലിയത്? അപ്പോൾ സിംഹം പറഞ്ഞു, അറിവുള്ള കാര്യത്തെ പറ്റി തർക്കിച്ച് നിന്റെ വിലപ്പെട്ട സമയം കഴിഞ്ഞതെന്ന് നിന്നെ ഞാൻ തല്ലിയത്. ഇതുപോലെയാണ് നിത്യജീവിതത്തിൽ നമ്മളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തർക്കിച്ച്, കഴുതകളോട് തർക്കിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം കളയാറുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ കാണെങ്കിൽ ഇതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് വെള്ളാപ്പള്ളി സാർ, ഇതെല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഐറ്റം നല്ല വെറൈറ്റിക്ക് വേണ്ടി വെള്ളാപ്പള്ളി സാർ നമുക്ക് തിരുനാളിന് ആശംസ അറിയിക്കുകയാണ്. അതായത് നിങ്ങളെല്ലാം കാണാൻ കഴിയുമ്പോൾ അതിന് സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേട്ടോണം. കൈയടിക്കേട്ടാ 300 രൂപയ്ക്ക് പണിക്ക് വരുന്നില്ലേ ചേട്ടൻ ഞാൻ. അപ്പൊ ഇനി അടുത്തായിട്ട് ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിന്റെ പാദസ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ശബ്ദം ചെയ്യാം. ഇവിടെ വന്നപ്പോ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞപ്പോ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വന്ന് നമ്മുടെ ഈ വനത്തിന് നടുവിലുള്ള ഈ പള്ളിയിൽ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. ലാസറിന്റെ കൈയടിക്കേണ്ട, ചേട്ടനാ കൈയടിക്കേണ്ടതെന്ന് ഇന്നത്തെ ഇര ചേട്ടനാ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് അല്പം പഴയ കാലത്താണ് KP ഉമ്മർ സാറ് കടലമ്മ കരഞ്ഞില്ല പറ്റിയതെന്ന പാട്ട്, വേടന്റെ പാട്ട് KP ഉമ്മർ സാർ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. കടലമ്മ കരിഞ്ഞില്ല പെട്ടത്, കടമേരിന്റെ മകളല്ലേ കെട്ടത്, കരിയില്ല കടലിന്റെ കെട്ടത്, കടലിന്റെ മക്കളാം കടലിന്റെ, നിങ്ങളെല്ലാം കണ്ടുപോ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഒരു നേഴ്സറി പാട്ടോടെ ഞാൻ പാടാം. സത്യം പറഞ്ഞ അത് വിട്ടുപോയി, കിള്ളി പോയി നിൽക്കുകയാണ്. അപ്പൊ ഇനി അടുത്തായിട്ട് നമുക്ക് ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച സിദ്ദിഖ് ലാൽ കോട്ടൂരിലെ സിദ്ദിഖ് സാർ, സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ശബ്ദം നിർവ്വഹണം ചെയ്യാം. നമസ്കാരം. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയുടെ തിരുനാളാണ്. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് അടിച്ചു പൊളിക്കുക. നന്ദി, നമസ്കാരം. ഇനി അടുത്തായിട്ട് ബാബു നമ്പൂരി സാർ ഒരു പാട്ട് പാടുക. ഇവിടെ വന്നൊരു പാട്ട് പാടുന്നത് കേട്ടപ്പോഴേ എന്റെ കണ്ണ തിരിച്ചു പോലെ എനിക്ക് തോന്നുന്നു. ഒരു സിനിമാക്കാരൻ വിചാരിച്ചാലും ചില പാട്ടൊക്കെ പാടാൻ പറ്റും. അവർ വേണ്ട, ഇവൾ വേണ്ട, ഈ കാണുന്നവന്മാരൊന്നും വേണ്ട. സിസ്റ്റർ ഇഷ്ടപ്പെട്ടില്ലേ? ഓടി പോകുന്നല്ലോ. അപ്പൊ ഇനി അടുത്തായിട്ട് ഒരു പാട്ട് കൂടി പാടിക്കൊണ്ട് ഞാൻ പറ്റുള്ളൂ. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് നമുക്ക് അടിച്ചു പൊളിക്കും.